ഓം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ പഞ്ചാശത്തമോധ്യായ. ഇന്ന് നമുക്ക് 50-ാമത്തെ അധ്യായത്തിൽ 41 മുതൽ 58 വരെയുള്ള ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ജരാസന്ധനെ യുദ്ധത്തിൽ ജയിച്ച ഭഗവാൻ കിട്ടിയ ധനം മുഴുവനും യദുരാജാവായ ഉഗ്രസേനന് കാഴ്ചവെച്ചു. ജരാസന്ധൻ 17 പ്രാവശ്യം 23 അക്ഷൗഹിണി പടയുമായി യദുക്കളെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ ഭഗവാനും ബലരാമനും ചേർന്ന് ജരാസന്ധനെയും സൈന്യങ്ങളെയും കൊന്നൊടുക്കി. അങ്ങനെ ജരാസന്ധന്റെ 391 അക്ഷൗഹിണികൾ നശിച്ചു. അടുത്ത് 17 പ്രാവശ്യം വന്നു. ഇനി 18-ാമത്തെ തവണ ജരാസന്ധൻ യുദ്ധത്തിന് ഒരുങ്ങി വരാൻ ഭാവിക്കുന്നതിന് മുമ്പ് നാരദ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് കാലയവനൻ 3 കോടി മ്ലേച്ഛ സൈന്യങ്ങളുമായി എത്തി മധുര വളഞ്ഞു. ഉടനെ ഭഗവാൻ എന്തു ചെയ്തു? വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രമധ്യത്തിൽ ദ്വാരക എന്ന നഗരം പട്ടണം നിർമ്മിച്ചിട്ട് യോഗവിദ്യ കൊണ്ട് തൻ്റെ ജനങ്ങളെ എല്ലാം അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ബലരാമനെ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തി. എന്നിട്ട് ഭഗവാൻ ഒരു താമര പൂമാല കഴുത്തിൽ ധരിച്ചുകൊണ്ട് കാൽനടയായി യവനന്റെ മുമ്പിലൂടെ സഞ്ചരിച്ചു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. ആയോധനഗതം വിത്തം അനന്തം വീരഭൂഷണം യദുരാജായ തത്സർവം ആഹൃതം പ്രാദിശത് പ്രഭു. ആയോധനഗതം യുദ്ധത്തിൽ ലഭിച്ചതായ വിത്തം ധനത്തെയും അനന്തം അവധിയില്ലാത്ത വീരഭൂഷണം ഭടന്മാരുടെ അലങ്കാരത്തെയും. ഇപ്പോൾ ഭടന്മാർ മരിച്ചപ്പോൾ അവർ ധരിച്ചിരുന്ന ആഭരണങ്ങളുണ്ടല്ലോ, അതെല്ലാം ആഹൃതം അപഹരിക്കപ്പെട്ടതായ തത്സർവം അതിനെയെല്ലാം. അപ്പോൾ ഈ മരിച്ച രാജാക്കന്മാരുടെ ആഭരണങ്ങൾ, പിന്നെ അവരിൽ നിന്ന് അപഹരിച്ച ധനങ്ങൾ, ഇതെല്ലാം എടുത്ത് ആർക്ക് കൊടുത്തു? യദുരാജാവായ ഉഗ്രസേനാണല്ലോ ഇപ്പൊ രാജാവാക്കിയിരിക്കുന്നത്. ഉഗ്രസേനായിക്കൊണ്ട് പ്രഭു ഭഗവാൻ കൃഷ്ണൻ പ്രാദിശ കൊടുത്തു. അപ്പോൾ എല്ലാം യുദ്ധത്തിൽ കിട്ടിയ ധനമെല്ലാം കൃഷ്ണൻ എടുത്തില്ല, യദുരാജാവായ ഉഗ്രസേനന് കാഴ്ചവെച്ചു. ആയോധനഗതം വിത്തം അനന്തം വീരഭൂഷണം യദുരാജായ തത്സർവം ആഹൃതം പ്രാദിശത് പ്രഭു. ശ്ലോകം 42. ഏവം സപ്തദശ കൃത്വാ താവത്യക്ഷൗഹിണീ ബലഃ യുവിദേമാഗതോ രാജാ യദുഭി കൃഷ്ണപാലിതൈഹി. ഏവം ഇപ്രകാരം സപ്തദശകൃത്വഃ 17 പ്രാവശ്യം താവതി അത്ര തന്നെ അക്ഷൗഹിണീ ബല അക്ഷൗഹിണീ സൈന്യത്തോടു കൂടിയ, അതായത് ഓരോ പ്രാവശ്യം വരുമ്പം 23 അക്ഷൗഹിണി, അങ്ങനെ 17 പ്രാവശ്യം മാഗധ രാജാവ് ആര്? ജരാസന്ധൻ കൃഷ്ണപാലിതൈഹി കൃഷ്ണനാൽ സംരക്ഷിക്കപ്പെട്ട യദുക്കളോട് യുദ്ധം ചെയ്തു. അപ്പം ആദ്യം 23 അക്ഷൗഹിണികളെ ഭഗവാൻ നശിപ്പിച്ചു. വീണ്ടും 23 അക്ഷൗഹിണി വീതം 17 പ്രാവശ്യം യദുക്കളോട് യുദ്ധം ചെയ്യാൻ ജരാസന്ധൻ വന്നു. അവരെല്ലാം കൃഷ്ണനും ബലരാമനും ചേർന്ന് കൊന്നൊടുക്കി. ഏവം സപ്തദശ കൃത്വാ താവത്യക്ഷൗഹിണീ ബല യുയിതമാഗതോ രാജാ യദുഭി കൃഷ്ണപാലിതൈഹി. ശ്ലോകം 43. അക്ഷിണത്വം തദ്ബലം സർവം
വൃഷ്ണയ കൃഷ്ണ തേജസ ഹതേഷു സേഷു അനീകേഷു തെക്തോ അയാദരിഭിർ നിർവാം അക്ഷിണ്വൻ തത് ബലം സർവം വൃഷ്ണയ കൃഷ്ണ തേജസ ഹതേഷു സ്വേഷു അനീകേഷു തെക്തഃ അയാത് അരിഭിഹി നൃപഃ. കൃഷ്ണ തേജസ കൃഷ്ണന്റെ തേജസ്സിനാൽ പ്രഭാവത്താൽ വൃഷ്ണികൾ സർവം ഒട്ടൊഴിയാതെയുള്ള തദ്ബലം ആ സൈന്യത്തെ അക്ഷിണ്വൻ ക്ഷയിപ്പിച്ചു. അപ്പോൾ കൃഷ്ണനും ബലരാമനും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് യദുക്കൾക്ക് ആ ജരാസന്ധന്റെ അക്ഷൗഹിണികളെ തോൽപ്പിക്കാൻ സാധിച്ചു. സേഷു തന്നെ സംബന്ധിച്ച അനീകേഷു സൈന്യങ്ങൾ ഹതേഷു കൊല്ലപ്പെട്ടപ്പോൾ അരിഭിഹി ശത്രുക്കളാൽ തെക്ത ഉപേക്ഷിക്കപ്പെട്ട നൃപഹ രാജാവ് അയാദ് പിൻവാങ്ങി. അപ്പോൾ ബലരാമനും കൃഷ്ണനും സൈന്യങ്ങളെയൊക്കെ കൊന്നൊടുക്കിയപ്പോൾ ജരാസന്ധനെ അപ്പോഴും കൊല്ലാതെ വിട്ടയച്ചു. കാരണം ഇനി അവന് സൈന്യബലമുണ്ട്, അതും കൊണ്ടുവരട്ടെ, അവരെ എല്ലാം നശിപ്പിക്കാം എന്ന വ്യാമോഹത്താൽ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? ജരാസന്ധനെ 17ാമത്തെ പ്രാവശ്യവും കൊല്ലാതെ വിട്ടു. അക്ഷിണ്ണം തദ്ബലം സർവം വൃഷ്ണയ കൃഷ്ണ തേജസ ഹതേഷു ശേഷനീകേഷു തെക്തോ അയാദരിഭിർ നൃപാം. ശ്ലോകം 44. അഷ്ടാദശ അസംഗ്രാമ ആഗമാനി തദന്തരാം നാരദ പ്രേക്ഷിതോ വീരോ യവന പ്രത്യദർശ്യതാം. അഷ്ടാദശമ സംഗ്രാമേ അഷ്ടാദശമ സംഗ്രാമ എന്നുണ്ട്, അന്വയിക്കുമ്പോൾ സംഗ്രാമേ എന്ന് വായിക്കണം. ആഗമനി തദന്തര നാരദ പ്രേക്ഷിത വീര യവന പ്രത്യദർശ്യത. അഷ്ടാദശമ സംഗ്രാമേ അഷ്ടാദശമ എന്ന് വെച്ചാൽ 18ാമത്തെ സംഗ്രാമ യുദ്ധം, 18ാമത്തെ യുദ്ധം ആഗാമിനി വരാൻ പോകുമ്പോൾ അതായത് 17 പ്രാവശ്യം ജരാസന്ധൻ 23 അക്ഷൗഹിണി വീതം കൊണ്ടുവന്നു. അങ്ങനെ 391 അക്ഷൗഹിണി നശിച്ചു. ഇനി അടുത്ത് 18ാമതും വരാനിരുന്നപ്പോൾ തദന്തര അതിനു മുമ്പ് തന്നെ നാരദ പ്രേക്ഷിത നാരദനാൽ പ്രേരിപ്പിക്കപ്പെട്ട വീരഹ യവനഹ വീരനായ യവനൻ പ്രത്യദർശ്യത അവിടെ എതിർച്ചയാൽ ആ വീരനെ പട്ടണത്തിൽ കണ്ടു. അതായത് നാരദൻ യവനനെ മധുരയ്ക്ക് എങ്ങനെ അയച്ചു എന്നുള്ളതാണ് പറയുന്നത്. നാരദൻ എന്ത് ചെയ്തു? യവനന്റെ അടുത്ത് ചെന്നു. നാരദ മഹർഷി വിചാരിച്ചു ഈ കൂട്ടത്തിൽ തന്നെ ആ യവനന്റെ മ്ലേച്ഛ സൈന്യങ്ങളെയും കൂടെ നശിപ്പിക്കണം. അതുകൊണ്ട് അവന്റെ അരികത്ത് ചെന്ന് പറഞ്ഞു, നീ കൃഷ്ണനോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ യവനൻ ചോദിച്ചു, എനിക്ക് സമാന ബലമുള്ള ആരുണ്ട്? അപ്പോൾ നാരദൻ പറഞ്ഞു, യവന നിനക്ക് തുല്യനായ ഇതരൻ ഈ മനുഷ്യലോകത്ത് ഇല്ല എന്ന് നീ ധരിക്കണ്ട. അതായത് ജരാസന്ധനെയും അവൻ്റെ 23 അക്ഷൗഹിണിയ വീതം 17 പ്രാവശ്യം അങ്ങനെ 391 അക്ഷൗഹിണികളെ സംഹരിച്ച വൃഷ്ണികൾ അപ്പം നിനക്ക് സദൃശ്യരല്ലേ? അവരെ ജയിച്ചാൽ മാത്രമേ നീ ലോകത്തെ ജയിച്ചു, നീ വീരനാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കാലയവനൻ എന്ത് ചെയ്തു? ആ കൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മധുരാപുരയിലേക്ക് വന്നു. രുരോധ മധുരാം ഏത്യ ത്രിസിഭിർമ്ലേച്ഛ കോടിഭി നൃലോകേ ച അപ്രതിദ്വന്ദ്വോ വൃഷ്ണീർ ശുത്വ ആത്മസമ്മതിമാൻ.
രുരോധ മധുരാം ഏത്യ തൃസ്രഭിഹി മ്ലേച്ഛ കോടിഭിഹി നൃലോകെ ച അപ്രതിദ്വന്ദ്വ. നൃലോകെ മനുഷ്യലോകത്തിൽ അപ്രതിദ്വന്ദ്വ സമാനനായ മറ്റൊരുവൻ ഇല്ലാതിരിക്കുന്നവൻ. അങ്ങനെയാണ് കാലയവനൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യലോകത്തിൽ എനിക്ക് സമാനനായി ലോകത്ത് ആരുമില്ല. വൃഷ്ണികളെ ആത്മസംവിധാൻ തനിക്ക് സദൃശരാണെന്ന് ശുദ്ധ്വ കേട്ടിട്ട്. അപ്പൊ നാരദ മുനി പറഞ്ഞു, 17 പ്രാവശ്യം ജരാസന്ധനെ തോൽപ്പിച്ച വൃഷ്ണികൾ നിനക്ക് തുല്യരല്ലേ? അപ്പൊ അങ്ങനെ തുല്യരാണെന്ന് കേട്ടിട്ട് തിസ്രുഭിഹി മ്ലേച്ഛ കോടിഭിഹി 3 കോടി മ്ലേച്ഛന്മാരോടുകൂടി മധുരയെ ഏത്യ പ്രാപിച്ചിട്ട് രുരോധ മധുരയിലെ ഗതാഗതങ്ങൾ തടഞ്ഞു. 44 വായിച്ചില്ല, ഒന്നുകൂടെ 44, 45 കൂടെ വായിക്കാം. അഷ്ടാദശമ സംഗ്രാമ ആഗാമിനി തദന്തര നാരദ പ്രേക്ഷിതോ വീര യവന പ്രത്യദൃശ്യത രുരോധ മധുരാമേത്യ ശുശ്രൂർണൈച്ച കോടിഭി നൃലോകെ ച പ്രതിദ്വന്ദ്വോ വൃഷ്ണീൻ ശുദ്ധ്വാത്മസമ്മതിവാൻ സംമിതാൻ. ശ്ലോകം 46. തം ദൃഷ്ട്വാ ചിന്തയത് കൃഷ്ണ സംഘർഷണ സഹായവാൻ അഹോ യദൂനാം വ്രജിനം പ്രാപ്തം ഹി ഉഭയതോ മഹത്. തം ദൃഷ്ട്വാ അചിന്തയത് കൃഷ്ണ സംഘർഷണ സഹായവാൻ. സംഘർഷണവനോട് കൂടിയ കൃഷ്ണൻ തം അവനെ ദൃഷ്ട്വ കണ്ടിട്ട് യദൂനാം യദുക്കൾക്ക് ഉഭയതക 2 ഭാഗത്തു നിന്നും മഹത്തായ വ്രജിനം സങ്കടം പ്രാപിച്ചിരിക്കുന്നു. അഹോ കഷ്ടം എന്ന് അചിന്തയത് ചിന്തിച്ചു. അപ്പോ യവനൻ സൈന്യസമേതം യുദ്ധത്തിന് വന്നപ്പോ കൃഷ്ണൻ വിചാരിക്കുകയാണ് ജരാസന്ധനും ഇപ്പോൾ മുമ്പത്തെ പോലെ സൈന്യം ശേഖരിച്ചു വരും. അപ്പോൾ അതിനാൽ യദുക്കൾക്ക് 2 ഭാഗത്തു നിന്നും വലിയ സങ്കടം നേരിട്ടിരിക്കും. ഒരു ഭാഗത്ത് യവനൻ അവൻ്റെ 3 കോടി സൈന്യം, മറുഭാഗത്ത് ജരാസന്ധന്റെ 23 അക്ഷൗഹിണി, അവനും ഇപ്പം വരും എന്ന് കൃഷ്ണനും ബലരാമനും കൂടി ആലോചിച്ചു. തം ദൃഷ്ട്വാ ചിന്തയത് കൃഷ്ണ സംഘർഷണ സഹായവാൻ അഹോ യദൂനാം വ്രജിനം പ്രാപ്തം ഹി ഉഭയതോ മഹത്. ശ്ലോകം 47. യവനോയം നിരുന്ധേസ്മാൻ അദ്യ താവത് മഹാബലഃ മാഗതോ അപ്യദ്യവാശോവ പരശോവ ആഗമിഷ്യതി. യവനഃ അയം നിരുന്ധേ അസ്മാൻ അദ്യ താവൻ മഹാബലഃ മാഗതഃ അപി അദ്യവ ശോവ പരശ്വവ. അദ്യഃ വ ശ്വഃ വ പരശ്വഃ വ ആഗമിഷ്യതി. അദ്യ ഇപ്പോൾ താവത് മഹാബലഃ അത്ര അധികം സൈന്യ ബലമുള്ളവനായ അയം യവനഃ ഈ യവനൻ അസ്മാൻ നമ്മളെ നിരോധിക്കുന്നു. ഇപ്പോൾ 3 കോടി സൈന്യങ്ങളുള്ള യവനൻ ഇപ്പോൾ നമ്മളെ എല്ലാം ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. മാഗതഹാപി മാഗതനും അദ്യവ ഇന്നോ ശ്വവ ശ്വഹ വ ശ്വഹ എന്ന് വെച്ചാൽ നാളെ, അദ്യ എന്ന് വെച്ചാൽ ഇന്ന്, ശ്വഹ നാളെ, പരശ്വഹ എന്ന് വെച്ചാൽ മറ്റന്നാൾ. അപ്പോൾ അദ്യവ ഇന്നോ, ശ്വഹ വ നാളെയോ, പരശ്വ വ മറ്റന്നാളോ ആഗമിക്കും. അപ്പോൾ ഇപ്പോൾ കാലയവനെ തടഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളോ ആരും വരും? ജരാസന്ധൻ ഇവിടെ എത്തും. യവനോയം നിരുന്ധേസ്മാൻ അദ്യ താവത് മഹാബലഃ മാഗതോപ്യദ്യവാശോവ പരശോവ ആഗമിഷ്യതി. ശ്ലോകം 48. ആവയോർ യുദ്ധദോർ അസ്യ യദ്യാഗന്ത ജരാസുതഃ ബന്ധൂൻ വദിഷ്യതി അഥവാ നേഷ്യതേ സ്വപുരം ബലി. ആവയോഹോ യുദ്ധദോഹോ അസ്യ യത് ആഗന്ത ജരാസുതഃ ബന്ധൂൻ വദിഷ്യതി അഥവാ നേഷ്യതേ സ്വപുരം ബലി. ആവയോഹോ നമ്മൾ 2 പേർ അസ്യ ഇവനോടുകൂടി യുദ്ധം
ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബലവാനായ ജരാസന്ധൻ യതി ആഗമിക്കുന്ന പക്ഷം ബന്ധുക്കളെ വധിക്കും, അഥവാ അല്ലെങ്കിൽ സ്വരാജധാനി നേഷ്യതേ, സ്വരാജധാനിയിൽ കൊണ്ടുപോയി തടവുകാരാക്കി പാർപ്പിക്കും. അപ്പോൾ യവനം തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി ജരാസന്ധനും കൂടെ വന്നാൽ അവനും നമ്മളെ എല്ലാം ആക്രമിക്കും. ഒന്നിച്ച് ആക്രമിക്കുമ്പോൾ നമുക്ക് തടുക്കാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ എന്തു ചെയ്യും? നമ്മൾ ആൾക്കാരെ അവൻ പിടിച്ചുകൊണ്ടുപോയി തടവുകാരാക്കി വയ്ക്കും. ആവയോഹോ യുദ്ധോർ അസ്യ യദ്യാഗന്ത ജരാസുതഃ ബന്ധൂൻ വദിഷ്യത്തി അഥവാ നേഷ്യതേ സ്വപുരം ബലി. ശ്ലോകം 49. തസ്മാത് അദ്യ വിധാസ്യാമോ ദുർഗം ദ്യുപദുർഗമം തത്ര ജ്ഞാതീൻ സമാധായ യവനം ഖാധയാമഹേ. തസ്മാത് അതുകൊണ്ട് ഇപ്പോൾ ദ്വിപദ ദുർഗമം. ദ്വിപദ എന്ന് വെച്ചാൽ 2 കാലിൽ നടക്കുന്ന മനുഷ്യർക്ക് കടക്കാൻ കഴിയാത്ത ദുർഗത്തെ കടന്നു വരാൻ സാധിക്കാത്ത ഒരു ദുർഗം നിർമ്മിച്ച്, ഒരു പട്ടണം നിർമ്മിച്ച് വിധാസ്യാമ ഉണ്ടാക്കണം. ഇപ്പം മനുഷ്യർക്ക് സാധിക്കാൻ പറ്റാത്ത ഒരു പട്ടണം ഉണ്ടാക്കണം. തത്ര അവിടെ ജ്ഞാതീൻ ബന്ധുക്കളെ സമാധായ നന്നായി ഇരുത്തിയിട്ട് യവനനെ ഘാതയാമാകെ കൊല്ലിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമ്മുടെ ആൾക്കാരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിക്കണം, എന്നിട്ട് യവനനെ നശിപ്പിക്കണം. തസ്മാദദ്യ വിധാസ്യാമോ ദുർഗം ദ്വിപദ ദുർഗമം തത്ര ജ്ഞാതീൻ സമാധായ യവനം ഘാതയാമഹേ. ശ്ലോകം 50. ഇതി സമ്മന്ത്ര്യ ഭഗവാൻ ദുർഗം 12 യോജനം അന്തസമുദ്രേ നഗരം കൃഷ്ണ അദ്ഭുതം അജീകരത്. ഇതി സമ്മന്ത്ര്യ ഇപ്രകാരം ആലോചിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ അന്തസമുദ്രേ, 2ാമത്തെ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത്, സമുദ്രത്തിൻ്റെ അകത്ത് 12 യോജന 12 യോജന നീളമുള്ള ദുർഗം, വിസ്താരമുള്ള ഒരു ദുർഗമുണ്ടാക്കി, ഒരു പട്ടണമുണ്ടാക്കി. കൃഷ്ണ അത്ഭുതം, സമസ്ത ആശ്ചര്യകരമായ നഗരം, പട്ടണത്തെയും അജീകരത് ഉണ്ടാക്കി വച്ചു. 12 യോജന വിസ്താരമുള്ള ഒരു ദ്വീപുണ്ടാക്കി, അതിലെന്ത് ചെയ്തു? ഒരു പട്ടണം വിശ്വകർമാവിനെ കൊണ്ട് ഉണ്ടാക്കി. ആ പട്ടണത്തിൻ്റെ പേരാണ് ദ്വാരക. അപ്പോൾ അങ്ങനെ മധ്യത്തിൽ വിശ്വകർമാവിനെ കൊണ്ട് ദ്വാരക എന്നൊരു പട്ടണം ഭഗവാൻ നിർമ്മിച്ചു. ഇതി സമ്മന്ത്ര്യ ഭഗവാൻ ദുർഗം 12 യോജനം അന്തസമുദ്രേ നഗരം കൃഷ്ണ അത്ഭുതം അജീകരത്. ശ്ലോകം 51. ദൃശ്യതേ യത്ര ഹി ത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം രത്യാ ചത്വരവീഥീഭിർ യഥാവാസ്തു വിനിർമ്മിതം. ദൃശ്യതേ യത്ര ഹി ത്വാഷ്ട്രം എന്ന് വെച്ചാൽ വിശ്വകർമാവിനെയാണ് പറയുന്നത്. വിശ്വകർമാവിനെ സംബന്ധിച്ചതും ശില്പ നൈപുണ്യം, കരകൗശലത്തെ സൂചിപ്പിക്കുന്നതുമായ വിജ്ഞാനം, ശാസ്ത്രജ്ഞാനവും രത്യ ചത്വര വീതിഭി, രത്യകൾ ചത്വരങ്ങൾ, അതായത് ആ ദ്വാരകയ്ക്ക് വരാൻ മാർഗങ്ങൾ, ഉപമാർഗങ്ങൾ, ചത്വരങ്ങൾ, 2 വരികളിലും ഗൃഹങ്ങളിലേക്കുള്ള മാർഗങ്ങൾ, വീഥികൾ. ഒരു പട്ടണം എങ്ങനെയാണോ, പട്ടണത്തിൽ പ്രവേശിക്കാൻ 4 ഭാഗത്തുനിന്ന് വഴികൾ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വഴികൾ, ഉപവഴികൾ എല്ലാം ഇവയോടുകൂടി യഥാവാസ്തു ഗൃഹനിർമ്മാണ സ്ഥാനത്തെ അതിക്രമിക്കാതെ, അതായത് ശാസ്ത്രപ്രകാരം വീടുകളൊക്കെ ഏതുവിധം ഓരോ സ്ഥലത്ത് നിൽക്കണോ അങ്ങനെ ആ വിധം ശാസ്ത്ര രീതിയെ അതിക്രമിക്കാതെ കുറേ വീടുകളുമൊക്കെ നിർമ്മിച്ചു. ദ്വാരകാ പട്ടണം നിർമ്മിച്ച് വിശ്വകർമാവിനെ കൊണ്ട് തന്നെ അവിടെ വീടുകളുമെല്ലാം ശാസ്ത്ര വിധി പ്രകാരം തന്നെ വീടുകളുമെല്ലാം പണിയിപ്പിച്ചു.
ദൃശ്യതേ യത്ര ഹി ത്വാഷ്ട്രം വിജ്ഞാനം ശില്പ നൈപുണം ദത്യാ ചത്വര വീഥീഭി യഥാ വാസ്തു വിനിർമ്മിതം. അപ്പോൾ വിശ്വകർമാവിന് ശില്പശാസ്ത്രത്തിലും കൈവേലയിലും എത്രത്തോളം പാണ്ഡിത്യമുണ്ടോ അദ്ദേഹത്തിൻ്റെ കരവിരുത് മുഴുവനും ആ ദ്വാരകയിൽ ഉണ്ടായിരുന്നു. ശ്ലോകം 52. സുരദ്രുമലതോദ്യാന വിചിത്രോപവനാന്യതം ഹേമശൃംഗൈ ദിവിസ്പൃഗ്ഭി സ്ഫാടിക അട്ടാല ഗോപുരൈഃ. സുരദ്രുമലത ഉദ്യാന വിചിത്ര ഉപവന അന്വിതം. സുരദ്രുമ ദേവവൃക്ഷങ്ങൾ, അവിടെ ഉണ്ടായിരുന്നത് ദേവവൃക്ഷങ്ങൾ. ലതോ ഉദ്യാനം ലതകൾ ഇവയോടുകൂടിയ ദേവവൃക്ഷങ്ങൾ, ലതകൾ ചെടികൾ തുടങ്ങിയ പൂന്തോട്ടങ്ങൾ, ഇവയുള്ള പൂന്തോട്ടം. ബഹുവിധ വൃക്ഷങ്ങളോടുകൂടിയ വനങ്ങൾ, അതാണ് വിചിത്ര ഉപവന അന്വിതം. ഇപ്പോൾ ദേവവൃക്ഷങ്ങൾ, ലതകൾ തുടങ്ങിയ ബഹുവിധ വൃക്ഷങ്ങളോടുകൂടിയ വനങ്ങളും ഉപവനങ്ങൾ, ഉദ്യാനങ്ങൾ. ഹേമശൃംഗൈഹി സ്വർണ്ണ കൊടുമുടികളോടും കൊടുമുടിയൊക്കെ ഉണ്ടല്ലോ, അത് സ്വർണ്ണ കൊടുമുടികളോടും. ദിവിസ്പൃഗ്ഭി ആകാശത്തിൽ മുട്ടുന്ന സ്ഫാടിക അട്ടാല ഗോപുരം, സ്ഫടികമയങ്ങളായ ഗോപുരങ്ങൾ. അട്ടാലകം എന്ന് പറഞ്ഞാൽ ഈ സ്ഫടിക ഗൃഹങ്ങളുടെ മുകളിൽ ഉറപ്പിച്ചിട്ടുള്ള സ്വർണം കൊണ്ടുള്ള താഴിക കുടങ്ങൾ. അപ്പം ഈ ഗോപുരങ്ങൾ, സ്വർണം കൊണ്ടുള്ള താഴിക കുടങ്ങൾ, ഈ കൊട്ടാരങ്ങളുടെ മുകളിൽ ഉറപ്പിച്ചിട്ടുള്ളതൊക്കെ ആകാശത്തിൽ ചെന്ന് മുട്ടിയിരുന്നു എന്നാണ്. ദിവിസ്പൃഗ്ഭി, അപ്പോൾ അത്രയ്ക്ക് വലിയ ഗോപുരങ്ങളും താഴിക കുടങ്ങളും ഒക്കെ സ്വർണം കൊണ്ടുള്ള, സ്ഫടിക കൊണ്ട് വീടുകൾ, സ്വർണം കൊണ്ടുള്ള താഴിക കുടങ്ങൾ. അങ്ങനെ വിശ്വകർമാവിൻ്റെ കരവിരുത് മുഴുവനും ആ ദ്വാരകയിലുണ്ടായിരുന്നു. സുരദ്രുമലതോദ്യാന വിചിത്രോപവനാന്വിതം ഹേമശൃംഗൈ ദിവിസ്പൃഗ്ഭി സ്ഫാടിക അട്ടാല ഗോപുരൈഃ. ശ്ലോകം 53. രാജതാരകൂടൈ കോഷ്ടൈർ ഹേമകുംഭൈരലങ്കൃതൈഃ രത്നകൂടൈർഗൃഹൈർഹേമൈർ മഹാമരതകസ്ഥലൈഃ. രാജതാരകൂടൈ കോഷ്ടൈഃ ഹേമകുംഭൈഃ സ്വർണക്കുടങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട രാജതാരകൂടൈ. രാജ എന്ന് വെച്ചാൽ വെള്ളി, താര പിത്തള, ഇവ കൊണ്ടുണ്ടാക്കിയ കോഷ്ടൈ ശാലകൾ. ഇപ്പോൾ ദ്വാരകാപുരിയിലെ ഗൃഹങ്ങളെ വിവരിക്കുകയാണ്. സ്വർണം കൊണ്ടുള്ള കൊടിമുടികൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഈ ഗൃഹങ്ങളിലെ ശാലകൾ, വെപ്പുപുരകളാണെങ്കിലോ വെള്ളി കൊണ്ടുണ്ടാക്കിയതാണ്. വെള്ളി, പിത്തള ഇവ കൊണ്ടുണ്ടാക്കിയ കോഷ്ടൈ ശാലകൾ. മഹാമരതക സ്ഥലങ്ങൾ ഉള്ളവയും. മരതകം കൊണ്ട് ഉള്ള സ്ഥലം, ഗൃഹങ്ങളിലെ വെപ്പുപുരകൾ വെള്ളി കൊണ്ടുണ്ടാക്കി. പിന്നെ മരതകം കൊണ്ടുള്ള സ്ഥലങ്ങൾ, ഹൈമേഹി സ്വർണം കൊണ്ടുണ്ടാക്കിയവ. രത്നകൂടൈ രത്നശിഖരങ്ങളോടുകൂടിയ ഗൃഹൈ ഭവനങ്ങളോട് കൂടിയവയായിരുന്നു. അപ്പോൾ കുതിരപ്പന്തി, ആനപ്പന്തി മുതലായവയൊക്കെ പിത്തള കൊണ്ടുണ്ടാക്കിയാണ്. ഇവയുടെ മീതെയും പൊൻ താഴിക കുടങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായ ആ ദ്വാരകാപുരി. രാജതാരകൂടൈ കോഷ്ടൈർ ഹേമകുംഭൈരലങ്കൃതൈഃ രത്നകൂടൈർഗൃഹൈർഹേമൈർ മഹാമരതകസ്ഥലൈഃ. ശ്ലോകം 54.
വാസ്തോഷ്പദീ പദീനാഞ്ച ഗൃഹൈർവളഭീശ്ച നിർമ്മിതം ചാതുർവർണ്യ ജനാകീർണം യദുദേവഗൃഹോല്ലസത്. വാസ്തോഷ്പദീനാം, വാസ്തോഷ്പദീനാം എന്ന് വെച്ചാൽ ദേവന്മാരുടെ, വാസ്തോഷ്പതി എന്ന് പറഞ്ഞാൽ ദേവന്മാർ, വാസ്തോഷ്പദീനാം ദേവന്മാരുടെ, ഗൃഹൈഹി ഗൃഹങ്ങളാലും, വളഭീഹി വളഭീഭിഹി ചന്ദ്രശാലകളും, അതായത് ദേവന്മാരുടെ ഗൃഹങ്ങളെന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ചന്ദ്രശാലകൾ എന്ന് പറഞ്ഞാൽ കാറ്റുകൊള്ളാൻ ചെന്നിരിക്കാനുള്ള ചന്ദ്രശാലകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു. ചാതുർവർണ്യ ജനാകീർണം, 4 ജാതി ഉള്ള ജനങ്ങൾ, അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, അങ്ങനെ 4 ജാതിയുള്ള ബ്രാഹ്മണ, അതായത് 4 ജാതിക്കാർക്ക് ഇരിക്കാനുള്ള തെരുവുകൾ. യദുദേവ ഗൃഹോല്ലസ്, യദുരാജഭവനങ്ങളാൽ ശോഭിതവുമായിരുന്നു. അതായത് യദുരാജാവായ ഉഗ്രസേനൻ, യദുശ്രേഷ്ഠന്മാരായ കൃഷ്ണൻ, ബലരാമൻ, വസുദേവർ, ഇവർക്ക് വിശേഷ ഭവനങ്ങൾ. ഇങ്ങനെയുള്ള എടുപ്പുകളാൽ പരിശോഭിക്കുന്നതായിരുന്നു ഈ ദ്വാരകാപുരം. അപ്പോൾ ഈ ദ്വാരക എങ്ങനെയായിരിക്കും? 4 ഭാഗത്തും സമുദ്രമാണ്. അതിൻ്റെ നടുവിൽ ഒരു വലിയ കര, ദ്വീപ് പോലെ ഒരു വലിയ കര. എല്ലാവർക്കും സുഖമായി സഞ്ചരിക്കാൻ 4 ഭാഗത്തും പട്ടണത്തിൽ പാതകൾ. അവയുടെ അതിർത്തിയിൽ ആ ദ്വീപിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ മതിൽ. ആ മതിലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് രത്നം കൊണ്ട് ഉയർത്തി കെട്ടിയ ശിഖരങ്ങൾ. അവയുടെ മീതെ പൊങ്ങിക്കാണാൻ തക്കവിധം ഇടയ്ക്കിടെ സ്വർണ്ണ ശിഖരങ്ങൾ. അവയുടെ മീതെ പൊൻതാഴിക കുടങ്ങൾ. കോട്ടയുടെ 4 ഭാഗത്തും വലിയ ഓരോ ഗോപുരങ്ങൾ. അവയുടെ മീതെ സ്ഫടികം കൊണ്ടുള്ള ഭിത്തി കൊണ്ടുണ്ടാക്കി അവയ്ക്ക് മീതെയുള്ള ഗോപുരങ്ങൾ. കോട്ടയ്ക്കുള്ളിൽ പിന്നെ പാതകൾ. അവയുടെ അരികിൽ പൂന്തോട്ടങ്ങൾ, ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ചെറുകാടുകൾ. അവയുടെ മധ്യ കിണറുകൾ, കുളങ്ങൾ. അവയ്ക്കരികെ ദേവാലയങ്ങൾ. അവയുടെ സമീപത്ത് ഊട്ടുപുരകൾ, ആനപ്പന്തികൾ, കുതിര ചാവടികൾ. അവ കടന്ന് ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ബ്രാഹ്മണർക്കുള്ള വീടുകൾ. അവയുടെ പിൻഭാഗത്ത് ശൂദ്രന്മാർക്കുള്ള വീഥികൾ. ഇടതുഭാഗത്ത് വൈശ്യന്മാർക്ക് പ്രത്യേക ആലയങ്ങൾ, അവർക്ക് അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കാനുള്ള ആലയങ്ങൾ. വലതുഭാഗത്ത് രാജഗ്രഹങ്ങൾ. നടുവിൽ വലുതായ മണ്ഡപം. ഇവയുടെ മുൻഭാഗത്ത് ഉഗ്രസേനൻ, വസുദേവൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ, ഈ 4 പേരുടെ കൊട്ടാരങ്ങൾ. ഈ ഗൃഹങ്ങളുടെ നടുവിൽ മരതക പൊടിയിട്ട് ഇടിച്ചുറപ്പിച്ച മുറ്റങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രശാലകൾ, കാറ്റുകൊള്ളാനുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെയാണ് ദ്വാരകാപുരി അലങ്കരിച്ചിരുന്നത്. വാസ്തോഷ്പദീനാഞ്ച ഗൃഹൈർവളഭീഭിശ്ച നിർമ്മിതം ചാതുർവർണ്യജനാകീർണം യദുദേവഗൃഹോല്ലസത്. ശ്ലോകം 55. സുധർമാം പാരിജാതം ച മഹേന്ദ്ര പ്രാഹിണോദ്ധരേ യത്ര ചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈർന യുജ്യതേ. സുധർമാം പാരിജാതം ച മഹേന്ദ്രൻ, ഇന്ദ്രൻ സുധർമ്മയെയും, സുധർമ്മ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സഭയാണ് സുധർമ്മ. പാരിജാതം, അവിടുത്തെ വിശിഷ്ടമായ പാരിജാതം ചെടിയെയും ഹരേഹെ കൃഷ്ണന് പ്രാഹിണോത്ത് അയച്ചു. അപ്പോൾ ഇന്ദ്രൻ സ്വർഗത്തിൽ നിന്ന് പാരിജാതത്തെയും സുധർമ്മ എന്ന സഭയെയും ഇങ്ങോട്ട് അയച്ചു ദ്വാരകയിലേക്ക്. എത്ര യാതൊന്നിൽ വസിക്കുന്ന മർത്യക മനുഷ്യൻ, മർത്യധർമ്മൈഹി മനുഷ്യനുള്ള ധർമ്മങ്ങളാൽ നയുജ്യത യോജിക്കപ്പെടുന്നില്ല. അങ്ങനെ ആ പാരിജാതവും അതുപോലെ തന്നെ ആ സ്വർഗത്തിലെ സഭയും ആ സുധർമ്മയിൽ വസിക്കുന്നവർക്ക് സാധാരണ മനുഷ്യരെ പോലെ വിശപ്പ്, ദാഹം മുതലായവ ഒന്നും നേരിടുകയില്ല. വിശപ്പും ദാഹവും ഉണ്ടാവുകയേയില്ല. അപ്പോൾ അതെല്ലാം ഇന്ദ്രൻ കൊടുത്തയച്ചു. സുധർമാം പാരിജാതം ച മഹേന്ദ്ര പ്രാഹിണോദ്ധരേ യത്ര ചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈർന യുജ്യതേ. ശ്ലോകം 56.
ശ്യാമൈക കർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതി കോശാൻ ലോകപാലോ നിജോദയാൻ. ശ്യാമ ഏകകർണാൻ വരുണഹ, വരുണൻ എന്തു കൊടുത്തയച്ചു? വരുണൻ ശ്യാമ ഏകകർണാൻ, ശ്യാമ നിറമുള്ള, അതായത് ഒരു ചെവി മാത്രം കറുത്ത് ശ്യാമനിറം, അങ്ങനെയുള്ള ശുക്ലാൻ വെളുത്ത നിറത്തിലുള്ള മനോജവാൻ മനസ്സിന്റെ വേഗതയുള്ള ഹയാൻ കുതിരകളെ കൊടുത്തയച്ചു. അപ്പൊ വരുണൻ എന്ത് കൊടുത്തയച്ചു? മനസ്സിന്റെ വേഗതയുള്ളതും എല്ലാം നല്ല വെളുത്ത കുതിര, ഒരു ചെവി മാത്രം കറുത്തിരിക്കുന്ന, ഒരു ചെവി മാത്രം കറുത്ത നല്ല വെളുത്ത മനസ്സിന്റെ തന്നെ വേഗതയുള്ള, അത്രയ്ക്ക് വേഗത, മനസ്സിന്റെ വേഗത എത്രയെന്നറിയാമല്ലോ, അത്ര വേഗതയുള്ള കുതിരകളെ വരുണൻ കൊടുത്തയച്ചു. ഇനി നിധിപതി കുബേരൻ എന്താണ് കൊടുത്തയച്ചത്? അഷ്ടൗ കോശാൻ, 8 നിധികളെ, 8 നിധികൾ, 8 നിധികളുടെ പേര് പത്മം, മഹാപത്മം, മത്സ്യം, കൂർമ്മം, ഔദകം, നീലം, മുകുന്ദം, ശംഖം എന്ന 8 നിധികളെ ആര് കൊടുത്തയച്ചു? കുബേരൻ. കുബേരൻ ധനത്തിന്റെ അധിപതിയാണല്ലോ കുബേരൻ. അപ്പൊ കുബേരൻ 8 നിധികളെയാണ് കൊടുത്തയച്ചത്. ഇതുപോലെ മറ്റ് ലോകപാലകന്മാരും അവരവരുടെ ഐശ്വര്യങ്ങളെയും ഭഗവാൻ അയച്ചു കൊടുത്തു. അഷ്ടൗ കോശാൻ, 8 നിധികളെയും, ലോകപാലന്മാർ നിജോദയാൻ, അവരവരുടെ ഐശ്വര്യങ്ങളെയും പ്രാപിണോ ദ്വാരകയിലേക്ക് കൊടുത്തയച്ചു. അപ്പോൾ ദ്വാരക ഐശ്വര്യപൂർണമായി എല്ലാ ലോകപാലന്മാരും ദ്വാരകയിലേക്ക് അവരവർക്ക് കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുത്തയച്ചു. ശ്യാമൈക കർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതി കോശാൻ ലോകപാലോ നിജോദയാൻ. ശ്ലോകം 57. യദ്യത് ഭഗവതാ ദത്തം ആധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസുർ ഹരൗ ഭൂമിഗതേ നൃപാം. യദ്യത് ഭഗവതാ ദത്തം ആധിപത്യം സ്വസിദ്ധയെ, സ്വസിദ്ധയെ അവരവരുടെ സിദ്ധിക്കായിക്കൊണ്ട്, യത്തത് യാതൊരു ആധിപത്യം അധികാരം ഭഗവാനാൽ ദത്തം ദാനം ചെയ്യപ്പെട്ടുവോ, നൃപ ഹേ രാജാവേ, ഹരൗ ഹരി ഭൂമിഗതേ ഭൂമിയിൽ വന്നിരിക്കുമ്പോൾ സർവം മുഴുവനും പ്രത്യർപ്പയാമാസു പ്രത്യർപ്പണം ചെയ്തു. അവരെല്ലാം ഭഗവാന്റെ കാൽക്കൽ ഇതെല്ലാം വച്ചു. ഇന്ദ്രാദി ലോകപാലകന്മാരും മറ്റ് സിദ്ധന്മാരും അവരവരുടെ വൈഭവത്തെ നിലനിർത്താൻ യാതൊരു ഐശ്വര്യത്തെയും അധികാരത്തെയും ഭഗവാന് കൊടുത്തുവോ, ആ വക ഐശ്വര്യത്തെ അധികാരത്തെ എല്ലാം ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ അവർ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചു. യദ്യത് ഭഗവതാ ദത്തം ആധിപത്യം സ്വസിദ്ധയെ സർവം പ്രത്യ അർപ്പയാമാസുർ ഹരൗ ഭൂമിഗതേ നൃപാം. ശ്ലോകം 58. തത്ര യോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരിഃ പ്രജാപാലേന രാമേണ കൃഷ്ണ സമനുമന്ത്രിതഃ നിർജഗാമ പുരദ്വാരാത് പത്മമാലീ നിരായുധഃ. തത്ര യോഗപ്രഭാവേണ നീത്വാ സർവജനം ഹരിഃ കൃഷ്ണൻ സർവജനം സകല ജനത്തെയും തത്ര അവിടെ യോഗപ്രഭാവേണ തൻ്റെ യോഗപ്രഭാവത്താൽ യോഗമാഹാത്മ്യത്താൽ നീത്വ നയിച്ചു. അപ്പോൾ ഇവിടെ ദ്വാരക നിർമ്മിച്ചിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? മധുരയിലുള്ള എല്ലാ ജനങ്ങളെയും തൻ്റെ യോഗപ്രഭാവം കൊണ്ട് ഇവിടെ വരുത്തിച്ചു. നീത്വ നയിച്ചു ദ്വാരകയിലേക്ക് എല്ലാവരും. ഭഗവാനാണല്ലോ, ഭഗവാന് എന്ത് വേണം ചെയ്യാം. അപ്പോൾ ആരും കാണണ്ട, ഭഗവാൻ യോഗപ്രഭാവം കൊണ്ട് എല്ലാ ജനങ്ങളെയും സമുദ്രമധ്യത്തിലുള്ള ദ്വാരകയിലേക്ക് പ്രവേശിപ്പിച്ചു കൊണ്ടുവന്നു. പാലേന പ്രജകളെ സംരക്ഷിക്കാൻ വേണ്ടി രാമനോട് സമനുമന്ത്രിത നന്നായി ആലോചിച്ചവനായി. അപ്പോൾ ഈ പ്രജകളെ സംരക്ഷിക്കാൻ വേണ്ടി ദ്വാരകയിൽ
ആരെ ഏൽപ്പിച്ചു സംരക്ഷണം? രാമനെ, ബലരാമനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? പത്മമാലി, ഒരു താമര കൊണ്ടുള്ള ഒരു പൂമാല കഴുത്തിൽ ധരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നിരായുധ, ആയുധങ്ങളൊന്നും എടുക്കാതെ പുരദ്വാരത്തിൽ നിന്ന് കൃഷ്ണൻ നിർജഗമ പുറപ്പെട്ടു. അപ്പം മധുരയിൽ ഭഗവാൻ എന്ത് ചെയ്തു? മധുരാവാസികളെ എല്ലാം ദ്വാരകയിൽ എത്തിച്ചിട്ട് അവരുടെ സംരക്ഷണം ബലരാമനെ ഏൽപ്പിച്ചിട്ട് ഭഗവാൻ ഒരു താമരപ്പൂമാല കഴുത്തിലണിഞ്ഞ് ആയുധമൊന്നും എടുക്കാതെ എന്ത് ചെയ്തു? ആ മാല മാത്രം കഴുത്തിൽ ധരിച്ച് കാലയവനോട് യുദ്ധം ചെയ്യാനെന്ന രീതിയിൽ അവിടെ കൂടെ ഓടി കാലയവൻ്റെ മുമ്പിൽ കൂടി അങ്ങ് സഞ്ചരിക്കുകയാണ്. യുദ്ധമൊന്നുമില്ല, ഒരു ആയുധം എടുത്തില്ല, യുദ്ധത്തിനുള്ള ഒരു കുഴപ്പമില്ല. ഒരു താമരപ്പൂമാല കഴുത്തിൽ ധരിച്ച്, അതായത് ഭഗവാനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് താമരപ്പൂമാല കഴുത്തിൽ ധരിച്ച് കാലയവനൻ്റെ മുമ്പ് കൂടെ അങ്ങ് നടന്നു. അപ്പോൾ യുദ്ധം ചെയ്യാനെന്നുള്ള രീതിയിൽ കാലയവനൻ്റെ മുമ്പിൽ വന്നു. ദ്വാരക മധുരാപുരിയിൽ നിന്ന് കൃഷ്ണൻ കാലയവനൻ്റെ മുമ്പിൽ കൂടി നടക്കുകയാണ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഈ അധ്യായം കഴിഞ്ഞു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാട്ടെ ദുർഗനിവേശം നാമ പഞ്ചാശത് ധമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.